നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. നമുക്ക് എല്ലാവർക്കും പപ്പായ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? പപ്പായ, ഓമയ്ക്ക, കർമൂസ എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. ഓരോ സ്റ്റേജിലും ഈ ഫ്രൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ തരത്തിലായിരിക്കും. ഇപ്പം പച്ച പപ്പായ തോരനായിട്ടും കറിയായിട്ടൊക്കെ ഉപയോഗിക്കാം. പഴുത്ത പപ്പായ ആണെങ്കിൽ ഒരു നല്ലൊരു ഹെൽത്തി ഫ്രൂട്ട് ആയിട്ട്, അതായത് ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ നല്ലൊരു ഫ്രൂട്ടാണ്. ഇതിന്റെ ഉണങ്ങിയ കുരു പൊടിച്ച് കുരുമുളകിന് പകരം ഉപയോഗിക്കാം. ഇനി പഴുത്ത പപ്പായയുടെ തൊലിയും പഴുത്ത പപ്പായയും സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഉപയോഗിക്കാം. ഇലയുടെ നീരാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് പപ്പായ. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. പച്ച പപ്പായ ആണെങ്കിൽ പച്ചയ്ക്ക് നമ്മൾ സാധാരണ ചവച്ചരച്ച് തിന്നാറില്ല. തോരനോ കറിയോ ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാലും ഇത് പച്ചയ്ക്ക് തിന്നുകയാണെങ്കിൽ BP കുറയാൻ നല്ലതാണ്. പീരീഡ്സ് വരാൻ താമസിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ പീരീഡ്സ് വരാത്തവർക്കോ ഒക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പീരീഡ്സ് വരാനായിട്ട് സഹായിക്കും. നമ്മൾ പൊതുവേ പറയും പപ്പായ പ്രഗ്നൻസിയിൽ കഴിക്കരുതെന്ന്. എന്നാൽ ഇത് പച്ച പപ്പായയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിന്റെ ലാറ്റക്സ് അല്ലെങ്കിൽ ആ കറ എന്ന് പറയുന്നത് യൂട്രൈൻ കൺട്രാക്ഷന് കാരണമാകും. ഇതുമൂലം അബോർഷന് സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആരും തന്നെ പച്ച പപ്പായ ചവച്ചരച്ച് തിന്നാറില്ല. ഇതുപോലെ തന്നെ പച്ച പപ്പായ കൃമിയെ പുറന്തള്ളാനായിട്ട് സഹായിക്കും. ഈ ഗുണങ്ങൾ തോരനായിട്ട് കഴിച്ചാലും പഴുത്തത് കഴിച്ചാലും ഒക്കെ ലഭിക്കുകയും ചെയ്യും. പപ്പായ മൊത്തത്തിൽ വിറ്റാമിൻ എയും സിയും ഇയും അടങ്ങിയിട്ടുള്ളതാണ്. വിറ്റാമിൻ എയും സിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ജലദോഷവും ചുമയും ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. നല്ല ആരോഗ്യം നിലനിർത്താനായിട്ടും രോഗപ്രതിരോധ ശേഷി ലഭിക്കാനായിട്ടും സഹായിക്കും. ഇതിനു പുറമെ അയണും കാൽഷ്യവും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതില് പ്രത്യേകിച്ച് പഴുത്ത പപ്പായയില് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു കരോറ്റിനോയിഡ് പിഗ്മെന്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് പപ്പായ ഉൾപ്പെടെയുള്ള ചുവന്ന മാംസളമായിട്ടുള്ള പഴങ്ങള്, നമ്മളുടെ തക്കാളിപ്പഴം ഒക്കെ പോലെയുള്ളതിനും ഈ ചുവന്ന പപ്പായക്കൊക്കെ ചുവപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കുന്നത്. ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. കൂടാതെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ചിലതരം ക്യാൻസറിനെതിരെ അതിനെ പ്രതിരോധിക്കാനായിട്ടും ഒക്കെ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പപ്പായയുടെ ടൈപ്സ് അനുസരിച്ച് ഈ ലൈക്കോപ്പിന്റെ അളവിൽ വ്യത്യാസം വരും. കൂടുതൽ ചുവന്ന നിറത്തിലുള്ള പപ്പായയിലാണ് ഈ ഒരു ഇതിന്റെ അളവ് കൂടുതലായിട്ട് കാണുന്നത്. ഇതില് ഫൈബ്രിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തം കട്ട പിടിക്കുന്നതിൽ ഉൾപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ്. പ്രധാനമായിട്ടും അനിമൽ സോഴ്സിലാണ് ഇത് കാണപ്പെടുന്നത്. എന്നാൽ പപ്പായയിൽ ഫൈബ്രിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് മുറിവുകൾ ഉണങ്ങാനായിട്ടും അസാധാരണമായിട്ടുണ്ടാകുന്ന ഈ രക്തം കട്ട പിടിക്കുന്നത് പോലത്തെ പ്രശ്നങ്ങൾ തടയാനായിട്ടും സഹായിക്കുന്നതാണ്. പപ്പായയുടെ വിത്തുകൾക്ക് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ പ്രകാരം ഇത് ഈ കൊളൈ, സാൽമനെല്ല, സ്റ്റെഫൈലോകോക്കസ് അതുപോലത്തെ ഉള്ളതിനെതിരെ ആ ഒരു ഇൻഫെക്ഷനെതിരെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ്. ഭക്ഷ്യ വിഷബാധകൾക്കും മറ്റ് അണുബാധകൾക്കും കാരണമാകുന്ന ബാക്ടീരിയകളുടെ വളർച്ചയെ തടയാൻ കഴിയുന്ന സംയുക്തങ്ങൾ ഈ വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കുടലിലെ വിരകളെ കളയാനായിട്ടും ലിവറിനെ ശുദ്ധിയാക്കാനും പൈൽസ് മാറ്റാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഈ വിത്തുകൾ ഉണക്കിയെടുക്കുകയാണെങ്കിൽ കുരുമുളകൊക്കെ ചതച്ച് ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് സാലഡിലും മുട്ട പൊരിക്കുന്ന സമയത്ത് അതിലും അല്ലാതെ വേറെ ആഹാരത്തിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി പപ്പായയുടെ ലീഫ് ജ്യൂസ് WBC കൗണ്ട് കൂടാനായിട്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനായിട്ടും സഹായിക്കും. പഴുത്ത പപ്പായയുടെ തൊലി സൗന്ദര്യവർദ്ധനത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ചർമ്മം ഈർപ്പമുള്ളതാക്കാനും തിളക്കം ലഭിക്കാനും നിറം നൽകാനും ഇത് സഹായിക്കും. ചർമ്മത്തിൽ ഉണ്ടാവുന്ന ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രായമാവുന്നതിന്റെ ലക്ഷണങ്ങളെ മറികടക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ഇത് ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ തേനുമായിട്ട് ചേർത്തിട്ട് മുഖത്തും ശരീരത്തിലും ഒക്കെ തേക്കാവുന്നതാണ്.